അപ്പോൾ ഹലോ, ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഈ വീഡിയോക്കകത്ത് പറഞ്ഞ് റീപ്ലേസ് ചെയ്ത SSD നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോവാണ്. കാരണം എൻ്റെ സ്റ്റോറേജ് ആകെ 500 GB ഉള്ളായിരുന്നു. അത് NVMe SSD ആണ്. അതിൻ്റെ സ്റ്റോറേജ് ഇപ്പം ഫുള്ള് ഓൾമോസ്റ്റ് ഫില്ലാവാറായി. ഓൾമോസ്റ്റ് അല്ല, ഫില്ലായെന്ന് വേണമെങ്കിൽ പറയാം. 23 GB കൂടെ ബാക്കിയുള്ളു. അപ്പോൾ അത് ഫില്ലാവാറായി. അപ്പോൾ അതാണ് റീപ്ലേസ് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത്. SSD നമുക്ക് സിസ്റ്റത്തിലൂടെ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങൾ സിസ്റ്റം ഫുള്ള് ഷട്ട് ഡൗൺ ചെയ്യണം. ഇപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യുമായിരുന്നു. ഓക്കെ, ഷട്ട് ഡൗൺ ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമ്മുടെ ഫുൾ പവർ ഡിസ്കണക്ട് ചെയ്യണം. സിസ്റ്റത്തിൽ കൊടുക്കുന്ന ഫുൾ പവർ. ഇപ്പോൾ UPS യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം UPS ഓഫാകുന്ന സൗണ്ട് ഇപ്പം കേൾക്കുന്നത്. UPS ഓഫായി, പിന്നെ പവറും ഡിസ്കണക്ട് ചെയ്ത്. അപ്പോൾ ഇനി അടുത്ത നമുക്ക് UPS സൈഡ് കൂടണം, സൈഡും ഫ്രണ്ട് കൂടണം. കാരണം ഇത് അകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. ഇതിനകത്തൊരു അഡീഷണൽ സ്ക്രൂ കാണും. സ്ക്രൂ വെച്ച് നമ്മളൊരു സൈഡിലോട്ട് മൗണ്ടാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ സാറ്റ കേബിൾ യൂസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യും. സിസ്റ്റം ഇവിടെ നിന്ന് മാറ്റുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഇട്ടങ്ങ് എല്ലാം റിമൂവ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ബാക്കിൽ നമ്മൾ ആദ്യം സൈഡിൽ ചിലപ്പോൾ 2 സ്ക്രൂ ആയിരിക്കും. 2 സ്ക്രൂ വരും. എന്നിട്ട് നമുക്ക് ഈ സൈഡ് പാനൽ ഊരണം. പിന്നെ സെയിം നമ്മൾ ഈ സൈഡിൽ ഊരുന്നതാണെങ്കിൽ ഇവിടെ 2 സ്ക്രൂ കാണും. ഓരോ കേസിൻ്റെ ഓരോ രീതിയായിരിക്കും. എൻ്റെ കേസിൽ 2 സ്ക്രൂ ആണ് യൂസ് ചെയ്തേക്കുന്നത്. സോ 2 സ്ക്രൂ ഊരി എന്നിട്ട് നമ്മൾ ഈ 2 സൈഡ് പാനൽ ഊരും ലൂസ്. അപ്പം സൈഡ് പാനൽ 2 ഊരിയിട്ടുണ്ട്, ഫ്രണ്ടും ബാക്കും. ബാക്ക് ഞാൻ ഊരിയത് എനിക്ക് വയർ വിടാനും നമ്മുടെ SSDക്ക് പവറും പിന്നെ ബാക്കിൽ 2 സ്ക്രൂ അറ്റാച്ച് ചെയ്യണമല്ലോ. അപ്പോൾ അതിനുള്ള ആക്സസിന് വേണ്ടി ഞാൻ ബാക്ക് സൈഡ് ഊരിയത്. നോക്കണം, എനിക്കൊരു കിറ്റിനകത്ത് തന്നെ 2 സ്ക്രൂ വരേണ്ടതാണ്. നോക്കട്ടെ. എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്ക്രൂ തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും 2 സ്ക്രൂ എടുത്തിട്ട് കണക്ട് ചെയ്യാം. ആക്ച്വലി നമ്മുടെ ഒരു പഴയ 2.5 ഇഞ്ചിൻ്റെ ഒരു ഹാർഡ് ഡിസ്ക് ഇരിപ്പ് ഉണ്ടായിരുന്നു. അത് യൂസിങ് അല്ല, ആക്ച്വലി പണ്ട് യൂസ് ചെയ്തിരുന്നൊരു ഹാർഡ് ഡ്രൈവ് ആയിരുന്നു. അതിനകത്ത് ഡാറ്റ എല്ലാം ഉണ്ട്, വെച്ചതേ ഉള്ളൂ. കറണ്ടിൽ കണക്റ്റഡ് അല്ല. അപ്പോൾ അതിന് 4 സ്ക്രൂ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം എന്തെങ്കിലും 4 സ്ക്രൂവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ 2 എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പിടിപ്പിക്കാം. അല്ലെങ്കിൽ ഇതിനകത്തുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ യൂസ് ചെയ്തിട്ട് നമുക്കത് കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ SSD ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് SSD. എനിക്ക് സ്ക്രൂ ഇതിനകത്ത് അവൈലബിൾ അല്ല. ഓക്കെ, SSD പിന്നെ അതിൻ്റെ ബുക്കും. SSD ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇൻസ്റ്റാളേഷനിലോട്ട് പോകാം. അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് നമ്മുടെ ഇതിനകത്ത് ഓൾറെഡി സ്ക്രൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കിടക്കുന്നതിൻ്റെ 2 സ്ക്രൂ അങ്ങ് എടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അത് യൂസ് ചെയ്യാം. ഊരിയെടുക്കുമ്പോൾ മറക്കല്ലേ, ക്രോസ് ആയിട്ട് എടുക്കാവുള്ളൂ. ഇപ്പോൾ 4 അതിനകത്തുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഊരുമ്പോൾ ക്രോസ് ആയിട്ടുള്ള എടുക്കാവുള്ളൂ. അതായത് ഡയഗണൽ ഇവിടെ ഇരിക്കുന്നത് ക്രോസ് ആയിട്ടിരിക്കുന്നത്. 2 സ്ക്രൂ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത നമുക്കിതൊന്ന് മൗണ്ട് ചെയ്യണം. ഇതിലോട്ട് നമ്മൾ പുതിയ SSD എടുക്കണം. സ്റ്റിക്കർ ഇളക്കി. അപ്പോൾ ഇനി ഈ പിന്ന് നമുക്ക് പ്ലഗ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യണം. ഓക്കെ, അതങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ സാറ്റ കേബിൾ അത് നമുക്ക് നമ്മുടെ ആദ്യം മദർ ബോർഡിലോട്ട് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് വയർ നമ്മൾ ഡ്രൈവിലോട്ട് കണക്ട് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് നമ്മൾ ഡ്രൈവിലോട്ട് കണക്ട് ചെയ്യും. അതിന് മുമ്പ് ഞാൻ പവർ കണക്ട് ചെയ്യുകയാണ്. കാരണം ഇത് കണക്ട് ചെയ്ത് ഇതിൻ്റെ മണ്ടയ്ക്കൂടെ കണക്ട് ചെയ്യാൻ പാടായിരിക്കും. അപ്പം ആദ്യം പവർ കണക്ട് ചെയ്യാം. ഒരു ഡയറക്ഷനിൽ ഇത് ഫിറ്റ് ആകത്തുള്ളൂ. ഒരു L ഷേപ്പിലൊരു കണക്ടറാണ് കേബിൾ കണക്ട് ചെയ്യാൻ. അതും ഒരു ഡയറക്ഷനിൽ ഫിറ്റ് ആകത്തുള്ളൂ. അപ്പോൾ അതും അതിനെ കണക്ട് ചെയ്തിട്ടുണ്ട്.
പിന്നെ കേബിൾ കണക്ട് ചെയ്യുമ്പോൾ ഇങ്ങ് മുട്ടാത്ത രീതിയിൽ ഫിറ്റ് ചെയ്ത് വെക്കണം. ഇതിൽ ഫാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ മുട്ടാതെ നോക്കണം. അപ്പോൾ അതിന് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് 2 സ്ക്രൂ പിടിപ്പിച്ചിട്ടുണ്ട്. ബേസിക് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. നമുക്ക് സിസ്റ്റം പവർ ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, ബൂട്ടാവുന്നുണ്ട്. ബൂട്ടിങ്ങിന് വലിയ പ്രശ്നമൊന്നുമില്ല. നേരത്തെ പഴയ SSDയുടെ പ്രശ്നം ബൂട്ടാകത്തില്ലായിരുന്നു, കാരണം ഫയൽ കറക്റ്റ് ആയതുകൊണ്ട് അതിങ്ങനെ ഫയൽ റിപ്പയറിങ് വേണ്ടി കാണിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോൾ അത് മാറി. അപ്പം നമ്മുടെ പുതിയ ഹാർഡ് ഡിസ്ക് ചെയ്യുന്ന ഫസ്റ്റ് ബൂട്ടാണ്. നോക്കാം. ബൂട്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫയൽസ് എടുത്ത് നോക്കാം. ഫയൽസ് എടുത്തു. ഓക്കെ, ഫയൽസ് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇതിനകത്ത് ഫയൽസ് കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ കാണിക്കാൻ പേടിക്കണ്ട. നമുക്ക് നമ്മുടെ മാനേജറിനകത്ത് കയറി നോക്കാം. ഡിസ്ക് മാനേജറിനകത്ത് കയറാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാം നമ്മുടെ ഡിസ്കിനകത്ത് പാർട്ടീഷനൊന്നുമില്ല, ഡ്രൈവ് അസൈൻ ഒന്നും ചെയ്തിട്ടില്ല. അതാണ് നമുക്ക് ഇതിനകത്ത് കാണിക്കാൻ ആദ്യം. അപ്പം ഒന്നും ചെയ്യണ്ട, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ന്യൂ സിമ്പിൾ വോളിയം, നെക്സ്റ്റ്. ഓക്കെ, ഫുൾ ഡാറ്റ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ലെറ്റർ അസൈൻ ചെയ്യുന്നു. നമുക്ക് ബി കൊടുക്കാം. നമുക്കിതിനകത്ത് വീഡിയോസൊക്കെ സേവ് ചെയ്യാനായിരിക്കും കൂടുതൽ യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. നോക്കാം. കാരണം സ്റ്റോറേജ് ഭയങ്കര അത്യാവശ്യമാണ് ഇതിനകത്ത്. നമുക്ക് നമ്മുടെ ചാനലിൻ്റെ പേര് ബി വെച്ച് കൊടുക്കുന്ന ബി ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, നെക്സ്റ്റ്. പിന്നെ ഓക്കെ, പേര് കൊടുത്തു, നെക്സ്റ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. ഞാനിത് പേരിട്ടു. നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫയൽ മാനേജ് ചെയ്തപ്പോൾ നമുക്കിതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ SSD ഫുൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമ്മളുടെ ഡ്രൈവറിന് പേര് അസൈൻ ചെയ്തു. ചെയ്യാതെ നമുക്കിത് കാണിക്കത്തില്ല. അപ്പം നിങ്ങളാരും പേടിക്കണ്ട. ഇൻ കേസ് നിങ്ങൾ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ വേറൊന്നും ചെയ്യണ്ട. ഈ ഫസ്റ്റ് നമ്മളിതിന് ഫോൾഡറിൽ പോയി ഞെക്കിയിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് മാനേജ് ഓപ്ഷൻ കാണും. അല്ലെങ്കിൽ സർച്ചിൽ പോയി കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് എടുക്കണം. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വിൻഡോ വരും. ഇതിനകത്ത് ഡിസ്ക് മാനേജ്മെൻറ്റ് ഇച്ചിരി സമയം എടുക്കും ലോഡാവാൻ. എന്നിട്ട് നിങ്ങളുടെ ഏത് ഡിസ്ക്കാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തത് അതെടുത്തിട്ട് നിങ്ങൾക്ക് പാർട്ടീഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ SSD ഇൻസ്റ്റാൾ ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. വലിയ കോംപ്ലിക്കേറ്റഡ് പരിപാടിയൊന്നും ഇല്ല, സിമ്പിളാണ്. ഡയറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ സാധനം എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ബാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അതുകൊണ്ട് ചെക്ക് ചെയ്യുക. ഇനി മുമ്പ് നിങ്ങൾ ഞാൻ വാറണ്ടിക്ക് പോയത് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ലേറ്റർ.